ഏവർക്കും ഈ മീറ്റിങ്ങിൻ്റെ സംഗീത ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാവുന്ന ചില പാട്ടുകളാണ് പാടുവാനായിട്ട് ശ്രമിക്കുന്നത്. അറിയാവുന്നവർ ചേർന്ന് പാടുന്നത് ഉചിതമായിരിക്കും. ആദ്യത്തെ ഗാനം സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നന്ദിയേകാനായി അണയുന്നിതാ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നാഥ നിൻ കൃപകളോർത്തിടുവാൻ കൃപയേകണമേ അനുദിനം. നമുക്ക് ചേർന്ന് പാടാം. നന്ദിയേകാനായി അണയുന്നിതാ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. Me
യാചിപ്പിൻ തരുമെന്നരുളിയോൻ യാചന നിരസിക്കില്ല. ചോദിപ്പിൻ നൽകുമെന്നരുളിയോൻ ആവശ്യം നിരസിക്കില്ല. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. ചോദിപ്പിൻ നൽകുമെന്നരുളിയോൻ ആവശ്യം നിരസിക്കില്ല. സഖ്യം ചുമതലക്കാർ, സഖ്യം സ്നേഹിതർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. അഭിമന്യ തിരുമേനിയിലൂടെ സഭയ്ക്കും സമൂഹത്തിനും നൽകുന്ന എല്ലാ സേവനങ്ങളെ ഓർത്ത് അങ്ങേക്ക് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. മീറ്റിംഗിന്റെ തുടർന്നുള്ള സമയങ്ങൾ അവിടുത്തെ ആലോചനകൾ പകരണമേ. യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കുന്നംകുളം മലബാർ ഭദ്രാസന അധിപനുമായ റൈറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ മർത്തോമ യുവജന സഖ്യത്തിന് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. തിരുമേനിയെ ഏറ്റവും ബഹുമാനത്തോടും ആദരവോടും കൂടി യുവവേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ മുൻവിധികളല്ല ലോകത്തിന്റെ യാഥാർത്ഥ്യം എന്ന എഴുത്തിലൂടെയും അതിലേറെ വിമർശനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അധ്യാപക ജീവിതത്തിലൂടെയും യുവജനതയെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഡോക്ടർ സുനിൽ പി ഇളയിടമാണ് യുവവേദിയുടെ മുഖ്യ പ്രഭാഷകനായി കടന്നു വന്നിരിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള ലളിതകലാ അക്കാദമി അവാർഡ്, VK ഉണ്ണികൃഷ്ണൻ അവാർഡ്, ഗുരുദർശന അവാർഡ് തുടങ്ങിയ ഒട്ടേറെ ആദരവുകൾ അദ്ദേഹത്തെ തേടിയെത്തിക്കഴിഞ്ഞു. തുടർന്ന് നവചിന്തകളിലൂടെ ഇന്നിന്റെ യുവാക്കളെ പ്രചോദിപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ എല്ലാ പ്രവർത്തന മേഖലകളും ദൈവം കൂടുതലായി ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും അതിലേറെ ആദരവോടും കൂടി ഈ യുവവേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യുവൻ സഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന റവറൻഡ് ജോൺ മാത്യൂസി അച്ഛൻ ഈ യുവൻ സഖ്യത്തിന് ശക്തമായ നേതൃത്വം നൽകുന്നു. അച്ഛനെയും വളരെ സന്തോഷത്തോടെ യുവവേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ട്രഷറർ റിനു രാജിനെയും വളരെ സന്തോഷത്തോടുകൂടി ഈ യുവവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പ്രിൻസ് അച്ഛനെയും തോമസ് ജോർജ് അച്ഛനെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യുവവേദിയുടെ കൺവീനറും സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ അലക്സാണ്ടർ താരയൻ അച്ഛനെയും വളരെ സന്തോഷത്തോടുകൂടി
ഈ യുവവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്നു ചേർന്നിരിക്കുന്ന അച്ഛന്മാർ, യുവൻ സഖ്യത്തിന്റെ ഭാരവാഹികൾ, സഖ്യം സുഹൃത്തുക്കൾ, സ്വരലയ ടീമംഗങ്ങൾ, DSMC അംഗങ്ങൾ, മാതാപിതാക്കൾ, യുവവേദിയെ ലോകത്തിന്റെ നാനാവേദിയിലേക്കും തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ഏറ്റവും ആദരണീയനായ സുനിൽ പി ഇടയോളം സാറ്, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, യുവജന സഖ്യത്തിൻ്റെ അംഗങ്ങളെ, സന്നിഹിതരായിരിക്കുന്ന സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനം. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ മാരാവൺ കൺവെൻഷനോട് ചേർന്ന് ഏറ്റവും ഗൗരവമായി നമ്മൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ് യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന യുവവേദി. ഏത് പ്രസ്ഥാനങ്ങളുടെയും അതിൻ്റെ ഊർജ സ്രോതസ് പ്രധാനമായും യുവജനങ്ങളിൽ ആണ് എന്നുള്ള കൃത്യമായ ബോധ്യമാണ് സഭയിലായാലും സമൂഹത്തിലായാലും പ്രസ്ഥാനങ്ങളിലാണെങ്കിലും അതിൻ്റെ യുവജന പ്രസ്ഥാനത്തിന് കൊടുക്കുന്ന ശക്തി ഊന്നൽ. കാരണം തുറവിയുള്ള ഒരു മനസ്സ്, ആലോചിക്കുവാനുള്ള ഒരു താല്പര്യം, മനസ്സിലാക്കുന്ന സത്യങ്ങൾക്ക് വിധേയപ്പെടാനും ആ സത്യത്തിന് വേണ്ടി സമർപ്പണ ബോധത്തോടുകൂടെ ജീവിക്കുവാനും അതിലൂടെ സഭയിലും സമൂഹത്തിലും ലോകത്തിലും പരിവർത്തനവും മാറ്റവും സൃഷ്ടിക്കുവാനും കഴിയുന്നത് മറ്റാരേക്കാൾ യുവജനങ്ങൾക്കാണ് എന്നുള്ള കൃത്യമായ ബോധ്യമാണ്. അത്തരത്തിൽ നമ്മൾ 1978 ആരംഭിച്ചതായ പ്രോഗ്രാമാണ് കൺവെൻഷനോടുകൂടി. കൺവെൻഷൻ്റെ 126ാമത്തെ വർഷമാണെങ്കിൽ യുവവേദി 1978 നമ്മൾ ഏതാണ്ട് 4 പതിറ്റാണ്ടായിട്ട് നമ്മൾ ഈ മീറ്റിംഗ് കൂടുന്നു. അനേകം ആളുകളെ ഈ മീറ്റിംഗ് പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അനുഭവങ്ങളിലൂടെയും ചരിത്രത്തിലൂടെയും അറിയാം. ഈ വർഷം നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് പുതിയ കാലം, ന്യൂ ഏജ്, പുതിയ മനുഷ്യൻ, ന്യൂ ഹ്യൂമാനിറ്റി ഓർ ന്യൂ ഹ്യൂമൻ, പുതിയ സഭ, ന്യൂ ചർച്ച്. വേദപുസ്തകം അവസാനിക്കുമ്പോൾ നാം വായിക്കുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായം 21, 22 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണും, മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ അന്തസാര സത്ത എന്ന് പറയുന്നത് ഈ വലിയ പ്രതീക്ഷയാണ്, ഹോപ്പ്. എന്തിലുള്ള ഹോപ്പാണ്? ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യങ്ങളിൽ അത് പാപത്തിൻ്റെയും അനീതിയുടെയും അക്രമത്തിൻ്റെയും ഒക്കെ പരിണിത ഫലമായി വളരെയധികം മുറിവുകൾ സംഭവിച്ചിരിക്കുന്ന, വേദനപ്പെടുന്ന, മനുഷ്യത്വം മരവിച്ചിരിക്കുന്നതായ ഒരു ലോകക്രമത്തിൽ നിന്ന് ദൈവം പിതാവായിരിക്കുകയും നമ്മളെല്ലാവരും സഹോദരങ്ങളായി കാണപ്പെടുകയും ചെയ്യുന്ന, തീരുകയും ചെയ്യുന്ന ഈ വലിയ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ഈ വലിയ സമത്വമുള്ള സമൂഹം, ഈ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയും സഹോദരങ്ങളുമാണെന്നുള്ള ഏറ്റവും ഔന്നത്യം നിറഞ്ഞ ആത്യന്തികമായ ഒരു ദർശനമാണ് വേദപുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ക്യാപ്ഷൻ, ഈ ചിന്താ വിഷയം പുതിയത് എന്ന് പറയുന്നത്, അപ്പോൾ പുതിയത് എന്ന് പറയുന്നത് അപകടമുള്ള ഒരു വാക്കായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയത് എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് ഇന്നത്തെ പുതിയ ലോകത്തിൽ അത് സാഹോദര്യം സൃഷ്ടിക്കുന്നത് ആകണമെന്ന് നിർബന്ധമില്ല, ബഹുഭൂരിപക്ഷവും അല്ലതാനും. എന്നാൽ ഈ പറയുന്ന പുതിയത് എന്ന് പറയുന്നത് അത് കേവലം നവീനമായ ഒരു സ്ഥിതിവിശേഷമല്ല, മറിച്ച് സർവശക്തനായ ദൈവം ഈ പ്രകൃതിയെക്കുറിച്ച്, അതിലുള്ള മനുഷ്യനെക്കുറിച്ച്, ഈ സൃഷ്ടി പ്രപഞ്ചത്തെക്കുറിച്ച് ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്ന ഈ ഒരുമയാണ്
ആ ഒരുമയിലാണ് മനുഷ്യന്റെ നിലനിൽപ്പ് സാധ്യമാകുന്നത്. ആ ഒരുമ സാധ്യമായില്ലെങ്കിൽ ഒരുവനെ ഒടുക്കി ഇല്ലാതെയായിത്തീരുന്ന യുദ്ധങ്ങളുടെ ക്രമരാഹിത്യത്തിന്റെ ഒരു ലോകം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വലിയ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഈ വർഷം നമ്മളെല്ലാവരും ബോധ്യപ്പെടുന്നതിനും കൂടുതൽ മനസ്സിലാക്കുന്നതിനുമാണ് നമ്മൾ ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നത്. അതിനുള്ള പ്രഭാഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ ദയാബായി വലിയ സാമൂഹിക പ്രവർത്തകയാണ്. നമ്മൾ അവരെ നേരിൽ കണ്ട് കുറേയേറെ സമയം ചെലവഴിച്ച് ആ മഹതിയുടെ അനുഭവങ്ങളേക്ക് ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് നമുക്കെല്ലാവർക്കും നേരിട്ട് സാറിനെ ഇല്ല എങ്കിലും നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയവും ഈ കാര്യങ്ങൾ പൂർണ്ണമായും ബോധ്യമുള്ളവരും കേട്ടിട്ടുള്ളവരും കേട്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിചാരം സാർ ഇന്ന് ഈ പുതിയ കാലം, പുതിയ മനുഷ്യൻ, പുതിയ സഭയെ കുറിച്ച് ഇനി നാളെ വിഷയമുള്ളത് കൊണ്ട് കൂടുതൽ പറഞ്ഞുള്ളൂ. ഇതായിരിക്കും സാധാരണഗതിയിൽ കൂടുതൽ ശക്തീകരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സാർ വന്ന് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ കേട്ട് ആനന്ദിക്കുന്ന ആളുകളാണ്. അപ്പോൾ സാർ പറഞ്ഞു അങ്ങനെ കുറച്ച് ആളുകളുണ്ട്, സന്തോഷമാണ്, എന്നാൽ അതിൽ കൂടുതൽ ശത്രുക്കളുമുള്ള ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് നന്മ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ശത്രുക്കളുള്ളത്. ഇന്ന് രാവിലത്തെ പ്രഭാഷണത്തിൽ നമ്മുടെ മക്കാരിയോസ് തിരുമേനി ഭംഗിന്തരേണ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സ്നാപക യോഹന്നാൻ 33 വയസ്സിന് താഴെ മാത്രം ജീവിച്ചയാളാണ്. അപ്പോൾ അദ്ദേഹം 30 വർഷം പഠിച്ചു. അതിന്റെ ആ വാക്ക് കൊടുക്കേണ്ട ആശയം. 3 വർഷം പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടി കൊന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ബിഷപ്പ്, ഒരു അച്ഛൻ 4 കൊല്ലം സെമിനാരിയിൽ പഠിക്കുന്നു, 40 കൊല്ലം പ്രവർത്തിക്കുന്നു, ഇപ്പോഴും ചാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായ ഒരു കാര്യമാണ്. നന്മയ്ക്ക് വേണ്ടിയുള്ള, ദൈവം ആഗ്രഹിക്കുന്ന പുതുമയ്ക്ക് വേണ്ടിയുള്ള പുതിയ ലോകം സൃഷ്ടിക്കാൻ ഒരുപക്ഷെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ജീവനായിരിക്കും. ജീവനെ സംരക്ഷിച്ച് നിർത്തി സ്വയം വളരാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിൽ ഒരിക്കലും നന്മയ്ക്കുള്ള ആ ഒഴുക്ക് ശക്തിപ്പെടാനുള്ള സാധ്യതയും കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആര് ഒരു പുതിയ ലോകത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് ആ പുതിയ ലോകം സൃഷ്ടിക്കാനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുമോ അപകടകരമായ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇളയടൻ സാറ് ഈ ദൈവം വിചാരിക്കുന്നതിനേക്കാൾ മുമ്പ് മരിക്കുകയാണെങ്കിൽ അങ്ങ് ഭാഗ്യമുള്ളവനായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരപകടവും പെടാതെ, ആരും വിമർശിക്കാതെ അദ്ദേഹം ജീവിക്കുകയാണെങ്കിൽ ഈ ഒഴുക്കിനൊത്ത് പോകുന്നതേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ലോകം, യുവജനങ്ങൾ ഒരു പ്രത്യേകമായ ബോധ്യത്തിലേക്ക് എത്തണമെന്നാണ് എൻ്റെ വിചാരം. നമ്മളെല്ലാവരും, ഞാൻ എന്നെ മാറ്റി നിങ്ങളെന്നുള്ളതല്ല, അങ്ങനെയുള്ള ഒരു ഇതൊന്നും സൃഷ്ടിക്കാനില്ല. നമ്മളെല്ലാവരും ഈ കാലത്ത്, ഈ കാലഘട്ടത്തെ മനസ്സിലാക്കി ഈശ്വരൻ, ദൈവം ഈ ലോകത്തെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രവർത്തനത്തിലേക്ക് വരണം. നമ്മുടെ ഇപ്പോഴത്തെ പോപ്പ് ഒടുവിലായി ഇറക്കിയ ചാർക്കിക ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ആഗോള ക്രമീകരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ലോകം ചെറുതായി, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു നെയ്ബർഹുഡ് ഉണ്ടായിട്ടുണ്ട്. That means we have a close neighborhood, but we don't have a brotherhood. നമുക്ക് എല്ലാവരും അടുത്തടുത്തിരിക്കുന്ന ഒരു ലോകക്രമമുണ്ട്, പക്ഷേ സഹോദരനില്ല. സഹോദരൻ അകന്നു പോയിരിക്കുന്നു, സഹോദരനെ ഇല്ലാതാക്കുന്നു. പുതിയ ലോകം സഹോദരനെ ഇല്ലാതാക്കുന്നതല്ല, സഹോദരനെ നേടിയെടുക്കുന്നതാണ്. അവനെ നിഗ്രഹിക്കുകയല്ല, അവനെ മനുഷ്യമഹത്വത്തിന്റെ ഉദാത്ത തലങ്ങളിലേക്ക് ഉണർത്തി ഉയർത്തുന്ന വലിയ ചുമതലയാണ് മാർത്തോമാ യുവജന സഖ്യത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കാനുള്ള കൂടിവരവാണ്. അതിന് ഏറ്റവും ഉചിതരായിട്ടുള്ള, അനുയോജ്യരായിട്ടുള്ള നേതാക്കന്മാരെയാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അത് ഒരു ദൈവദാനമാണ്. അതുകൊണ്ട് ഈ ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, മാർത്തോമാ സഭയുടെ പേരിൽ, വിശേഷ യുവജന സഖ്യത്തിന്റെ പേരിൽ
ഏറ്റവും ആദരണീയനായ സുനിൽ പി ഇളയിടം സാറിനെ ഇന്നത്തെ പ്രധാന പ്രഭാഷണം നടത്തുന്നതിനായിട്ട് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യും. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ പീറ്റോസ് എപ്പിസ്കോപ്പ, സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് ചെറിയാൻ സി തോമസ്, പ്രാർത്ഥന അവതരിപ്പിച്ച ജോയൽ തോമസ് ജോർജ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ, അഭിവന്ദ്യ ഗുരുക്കന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയ കാലം, പുതിയ മനുഷ്യൻ, പുതിയ സഭ എന്ന ഒരു പ്രമേയം ഇത്തരമൊരു ആലോചനയുടെ വിഷയമാക്കിയതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം മനുഷ്യനോ കാലമോ അതിനകത്തുള്ള ദൈവഭാവനയോ അതിൻ്റെ ആവിഷ്കാര രൂപങ്ങളോ ഒന്നും ശാശ്വതമായ ഒരേ ക്രമത്തിലല്ല ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ ഗതിവിഗതികളിൽ മാറ്റം വരുമ്പോൾ നാം ലോകത്തെ കാണുന്ന രീതി മാറും, അതിനെ അനുഭവിക്കുന്ന രീതി മാറും, അതിനോട് പ്രതികരിക്കുന്ന രീതിയും മാറും. അതുകൊണ്ട് ഓരോ കാലവും നമ്മോട് മനുഷ്യാവസ്ഥയെക്കുറിച്ചും മനുഷ്യൻ ലോകവുമായി പുലർത്തുന്ന ബന്ധത്തെക്കുറിച്ചുമൊക്കെയുള്ള ഞങ്ങൾ ചിലർ വിശിഷ്ടരായ മനുഷ്യരാണ് എന്ന് ലോകത്തെല്ലായിടത്തും പലരും കരുതുന്നുണ്ട്. മെക്സിക്കോയിൽ നിന്ന് കുടിയേറിയ മനുഷ്യരാണ് അമേരിക്കയെ ഇല്ലാതാക്കുന്നതെന്ന് കരുതിയ ഒരു പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യവംശത്തിൻ്റെ ഭാഗ്യങ്ങളിൽ ഒന്നുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് സ്ഥാനം ഒഴിഞ്ഞു പോയി. അങ്ങനെ പലയിടത്തും അതിരുകൾ കെട്ടിപ്പൊക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത് മെക്സിക്കോയും അമേരിക്കയ്ക്കും ഇടയിൽ അതിഭീമമായൊരു മതിലുയർത്താനാണ്. സ്വാതന്ത്ര്യ സമരകാലത്തെ നമ്മുടെ വലിയ പ്രാർത്ഥന മതിലുകൾ ഇല്ലാതാകണം എന്നാണ്. നിങ്ങളത് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. ടാഗോറിന് നോബൽ സമ്മാനം കിട്ടിയ ഗീതാഞ്ജലിയിലെ ഏറ്റവും പ്രസിദ്ധമായ വാക്യങ്ങളിലൊന്ന്, where the world has not been broken into fragments by narrow domestic walls into that heaven of freedom, my father let my country awake എന്നാണ്. എവിടെയാണോ ലോകം ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്തത്, സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗത്തിലേക്ക് എൻ്റെ പിതാവേ എൻ്റെ രാജ്യത്തെ കൂടി ഉയർത്തേണമേ എന്നാണ്. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഉച്ചത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട ഒരു വചനം ഇതാണെന്ന് ഞാൻ കരുതുന്നു. എവിടെയാണോ ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് ലോകം വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്തത്, സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗത്തിലേക്ക് എൻ്റെ രാജ്യത്തെ കൂടി ഉയർത്തേണമേ എന്ന്. കാരണം അതിഭീമമായ അതിതീവ്രമായ മിഥ്യാഭിമാനം നിറഞ്ഞ, വംശാഹങ്കാരം നിറഞ്ഞ ഒരു അക്രമോത്സുകമായ വംശാഹങ്കാരം നിറഞ്ഞ ഒരു കാലത്തിൻ്റെ നടുവിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അത് ഇന്ത്യയുടെ മാത്രം ഒരു സ്ഥിതിയൊന്നുമല്ല. ലോകം കഴിഞ്ഞ 2-3 പതിറ്റാണ്ടിൽ ആ വിഭജനങ്ങളുടെ യുക്തിയിലേക്കാണ് കൂടുതലായി ഇന്ത്യൻ കന്യാമറിയത്തിൻ്റെയും ചിത്രങ്ങൾ. അതിനു മുമ്പും വരയ്ക്കപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ, അത് ലഭ്യമായിട്ടുണ്ടാവില്ല, കാലം കൊണ്ട് നശിച്ചു പോയിട്ടുണ്ടാവും. കിട്ടിയതിൽ ഏറ്റവും പഴയത് 13-ാം നൂറ്റാണ്ടാണ്. അതിനുശേഷം നിരന്തരമായി ഈ പ്രമേയം ആവർത്തിക്കപ്പെടുന്നു. നമുക്കൊക്കെ അറിയാം റാഫേലിൻ്റെ അതിപ്രസിദ്ധമായ മഡോണ ആൻഡ് ദി ചൈൽഡ്, ഡാവിഞ്ചിയുടെ ചിത്രങ്ങൾ, പിന്നീട് എത്രയോ ചിത്രകാരന്മാർ വരച്ചു. ഈ ചിത്രങ്ങൾ പല ഗാലറികളിൽ പല നൂറ്റാണ്ടുകളിലൂടെ നമ്മളിങ്ങനെ കണ്ടുപോകുമ്പോൾ കണ്ണിൽപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കൗതുകമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 13-14 നൂറ്റാണ്ടുകളിലൊക്കെ വരയ്ക്കപ്പെട്ട അമ്മയും കുഞ്ഞും ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ ഉണ്ണിയേശുവിനെ ഒരു കുഞ്ഞായിട്ടാണ്, ശിശുവായിട്ടാണ് അക്കാലത്തുമൊക്കെ വരയ്ക്കുന്നതെങ്കിലും അമ്മയുടെ ഒക്കെ തിരിക്കുന്ന ചെറിയ ഒരു ശിശുവിൻ്റെ ശരീരമാണ് യേശുവിനുള്ളതെങ്കിലും ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ കുഞ്ഞിൻ്റെ മുഖത്തിന് ഒരു കുട്ടിയുടെ ഭാവമേ ഇല്ല. മറിച്ച് മുതിർന്ന ഒരു മനുഷ്യൻ്റെ
പ്രപഞ്ചനാഥനായ ഒരു മനുഷ്യന്റെ എല്ലാ ഘനഗൗരവങ്ങളോടെയുമാണ് അത് 13-14 നൂറ്റാണ്ടുകളിലൊക്കെ വരയ്ക്കപ്പെട്ടിരുന്നത്. ചില ചിത്രങ്ങളിൽ വലിയ പുരോഹിത വേഷം തന്നെ ധരിച്ച ശിശുവിനെ നമുക്ക് കാണാൻ പറ്റും 14-ാം നൂറ്റാണ്ടിലെ ചിത്രങ്ങളിലൊക്കെ. അതായത് ശിശുവാണെങ്കിലും ശിശുവല്ല എന്ന് ഭാവഭാവങ്ങൾ കൊണ്ട് തന്നെ ദ്യോതിപ്പിച്ചിട്ടാണ് ഉണ്ണിയേശുവിനെ 14-15 നൂറ്റാണ്ടുകൾ വരെ വരച്ചു പോകുന്നത്. എന്നാൽ 16-ാം നൂറ്റാണ്ടായപ്പോൾ നവോത്ഥാനം വന്നു. നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ പതിയെ പതിയെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും പടർന്നു പിടിച്ചു. അങ്ങനെ പടർന്നു പിടിച്ചപ്പോൾ ഈ മനുഷ്യൻ എന്നത് ഒരു അതീത ദൈവിക ശക്തിയുടെ മറുപുറമല്ല, മറിച്ച് ആ ദൈവിക ശക്തിയുടെ ദൈവിക അനുഭവത്തിന്റെ ആവിഷ്കാരം തന്നെയാണ് മനുഷ്യൻ. അഥവാ മാനുഷികതയുടെ മറുപുറമല്ല ദൈവികത, മറിച്ച് മാനുഷികതയുടെ പൂർത്തിയാണ്, പൂർണ്ണതയാണ് എന്ന നിലയിലൊരാശയം. അങ്ങനെ മനുഷ്യനിൽ ദൈവത്തെ കാണാം എന്ന ഒരു സങ്കല്പം പതിയെ പതിയെ നവോത്ഥാന ഭാവന വഴി പ്രബലമാകാൻ തുടങ്ങി. നവോത്ഥാനത്തിന്റെ കാതലായ തത്വം എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാവുന്ന ഉത്തരം മനുഷ്യൻ എന്നാണ്. ആന്ത്രോപോസെൻട്രിസം എന്നൊക്കെ പറയും. മനുഷ്യകേന്ദ്രതത്വം, എല്ലാറ്റിനെയും മനുഷ്യനിലൂടെ നോക്കുക. മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ് എന്ന പഴയ പ്രൊട്ടഗോറസിന്റെ വാക്യം ഒരുപക്ഷെ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ പരമപ്രമാണത്തിന്റെ പദവിയിലേക്ക് ഉയരുന്നത് നവോത്ഥാനത്തോടൊപ്പമാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് അവസാനിക്കുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയും. വീട്ടിഭട്ടതിരിപ്പാട് നമ്പൂതിരിയും മനുഷ്യനാണ് എന്ന് പറയും. അയ്യങ്കാളി പുലയനൊരു മനുഷ്യനാണ് എന്ന് സമരമുഖത്ത് പറയും. ഈ മനുഷ്യൻ എന്ന സാമാന്യ തത്വം മറ്റെല്ലാറ്റിനും മുകളിൽ ഉയർന്നു വന്ന ഒരു ചരിത്രസന്ധിയെ കൂടിയാണ് നാം നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. ഇത് ഈ ചിത്രത്തിൽ കാണാം. റാഫേൽ വരയ്ക്കുമ്പോൾ ഉണ്ണിയേശു 6 മാസമോ 1 വയസ്സോ പ്രായമുള്ള ശിശു മാത്രമല്ല, ആ ശിശുവിൻ്റെ ശരീരഭാഷ മാത്രമല്ല, ആ ശിശുവിലെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് കളിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അതേ ഭാവഭാവങ്ങൾ നമുക്ക് ആ ശിശുവിൽ കാണാൻ പറ്റും. മാനുഷികതയുടെ മറുപുറമായി തീരുന്ന ദൈവമല്ല, മാനുഷികതയിൽ പ്രകാശിക്കുന്ന ദൈവം എന്ന സങ്കല്പം നവോത്ഥാനം കൊണ്ടുവന്ന വലിയ ആശയം റാഫേലിന്റെ ഉണ്ണിയേശുവിലുണ്ട്. അത് 13-ാം നൂറ്റാണ്ടിലില്ല. 13-ാം നൂറ്റാണ്ടിൽ ദൈവം എന്നത് ഡ്യൂററൊക്കെ വരച്ച ചിത്രങ്ങളിൽ നോക്കിയാൽ കാണാം. ദൈവരൂപങ്ങളൊക്കെ അതിസുന്ദരവും മനോഹരവും ആയിരിക്കുമ്പോൾ മനുഷ്യരൂപങ്ങൾ പൊതുവെ പൈശാചികമാണ്. കൂർത്തുമൂർത്ത ഭാവഭാവങ്ങളോടെ, കൂർത്തുമൂർത്ത മുഖഭാവത്തോടെ, എല്ലുന്തിയ ശരീരമായി പേടിപ്പെടുത്തുന്ന രൂപങ്ങളിലാണ് ഡ്യൂററും അദ്ദേഹത്തിന്റെ സമകാലികരായ ചിത്രകാരന്മാരും മനുഷ്യരെ വരച്ചത്. ഐക്കണോഗ്രാഫിക്കായി പറഞ്ഞാൽ, വിഗ്രഹലക്ഷണപരമായി പറഞ്ഞാൽ മനുഷ്യരൂപങ്ങൾ ചേർന്ന് നിന്നിരുന്നത് പിശാച രൂപങ്ങളോടാണ്. നവോത്ഥാനം ഇതിനെ മാറ്റി പിശാച രൂപങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ചു. മനുഷ്യരൂപങ്ങൾക്ക് ദൈവീകമായ ഭംഗി വന്നു. ദൈവത്തെ പോലെ സുന്ദര ശരീരമുള്ള മനുഷ്യർ വന്നു. ദൈവവും മനുഷ്യരും ഒരു ചേരിയായി, പിശാച് മറുപുറത്തായി. അങ്ങനെ ആയോന്ന് എനിക്കറിഞ്ഞൂടെ കേട്ടോ ചിത്രത്തിലെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് ചരിത്രത്തിൽ ഇങ്ങനെ ഉത്തരം മാറി മാറി വരും. ആ മാറി വരുന്ന ഉത്തരത്തെ അഭിസംബോധന ചെയ്യാൻ, അല്ലെങ്കിൽ ആ മാറ്റത്തെ തിരിച്ചറിയാൻ, അത് തിരിച്ചറിഞ്ഞ് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കാലത്തെ നോക്കി രാഷ്ട്രങ്ങളായി, മതങ്ങളായി, ജാതികളായി, പ്രദേശങ്ങൾ, സംസ്കാരങ്ങൾ, ഭാഷകൾ ഒക്കെയായി പിളർക്കപ്പെട്ട ഈ ലോകത്തെ ആകമാനം കാണാനുള്ള ഒരു കണ്ണ്, മനുഷ്യവംശത്തെ ആകമാനം കാണാനുള്ള കണ്ണ്. അവർ എവിടെ നിന്ന് പുറപ്പെട്ടു, എവിടേക്ക് നീങ്ങുന്നു, അന്തിമമായി അവരുടെ ലക്ഷ്യസ്ഥാനം എന്താണ്, അത് അവരുടെ നിത്യനൈമിത്തികങ്ങളിലും അവരുടെ അന്തിമ സ്വപ്നങ്ങളിലും ഒരുപോലെ ചേർന്ന് നിന്ന് അത് കാണാനുള്ള നമ്മുടെ സവിശേഷമായ ശേഷിയാണ് ക്രിട്ടിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് ഫിയോണ ഗാർഡർ പറയുന്നുണ്ട്. അത്തരം ഒരു ആത്മീയ അനുഭവത്തെ നമ്മുടെ ജീവിത ബോധ്യത്തിൻ്റെ ആധാരമാക്കാനും പ്രവർത്തിക്കുന്ന ഒന്നായി നമ്മുടെ ദൈവഭാവനയെ രൂപാന്തരപ്പെടുത്താനും അതുവഴി ഈ ലോകത്തെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യർക്കുള്ള ജീവിത സ്ഥാനമാക്കി പരിവർത്തനപ്പെടുത്താനും നമുക്ക് കഴിയുമ്പോൾ അത് ദൈവഭാവനയുടെ, ആത്മീയതയുടെ ഉയർന്ന ആവിഷ്കാരമായി തീരും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഈ ഭാവനാബന്ധങ്ങളൊന്നും സ്തംഭിച്ചു നിൽക്കുകയല്ല,
അത് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത്. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം എന്ന ഏകതാഭാവത്തെ ആത്മാവും ബ്രഹ്മവും തമ്മിലുള്ള ഐക്യമല്ല, ആത്മാവും അപരവും തമ്മിലുള്ള ഐക്യം എന്ന് പുനഃസംഘടിപ്പിച്ചതിൻ്റെ, പുനർവിഭാവനം ചെയ്തതിൻ്റെ പേരാണ് നാരായണ ഗുരു എന്നത്. ആ പുനർവിഭാവനത്തിലാണ് ഗുരു പ്രവർത്തിച്ചത്, അദ്വൈതത്തിലല്ല. അതുകൊണ്ടൊരു മൂല്യത്തെ, ചരിത്രാതീതം എന്ന് തോന്നുന്ന ഒരു മൂല്യത്തെ നമ്മുടെ വർത്തമാനത്തിന്റെ നിത്യപ്രയോഗത്തിൽ പ്രയുക്തമാക്കുന്നത് എങ്ങനെ, ഇവിടെ അതിനർത്ഥം വരുന്നത് എങ്ങനെ, ഇവിടെ അത് നീതിയുടെ ആവിഷ്കാരമായി തീരുന്നത് എങ്ങനെ എന്നാലോചിക്കുകയും അതിനെ പ്രവൃത്തിയാക്കുകയും ചെയ്യുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ലാത്തപ്പോൾ അത് വാക്കുമാത്രമായി തീരും. അതുകൊണ്ട് പ്രവൃത്തിയായി തീരുന്നത് ഈ ദൈനംദിനത്തിൽ വേരൂന്നി നിന്ന് അതിനെ അതിവർത്തിക്കാൻ ഒരു മനുഷ്യനെ പ്രാപ്യമാക്കുമ്പോഴാണ്, വഴി തുറന്നു കൊടുക്കുമ്പോഴാണ് എന്ന വലിയൊരു ആശയം വാസ്തവത്തിൽ നമ്മുടെ ആത്മീയമായ ആലോചനകളുടെ അന്തർധാരയായി ഉണ്ടാകണമെന്നൊരാശയം നിങ്ങളോട് സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം. ശബ്ദമില്ലാത്തവന് ശബ്ദമാകുവാൻ, ബലമില്ലാത്തവർക്ക് ബലമേകുവാൻ, തിരുവചനത്തിന്റെ നിറവിൽ നന്മയുള്ളവരായി സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രതികരിക്കുന്ന ആർജവമുള്ള യുവാക്കളായി തീരുവാൻ ഞങ്ങളെ യുവജനതയെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ പുതിയ സഭ, പുതിയ കാലം, പുതിയ മനുഷ്യൻ എന്ന ആശയത്തിൽ അനുവർത്തിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ സഹജീവികളെ സ്നേഹിക്കുവാനും അശരണർക്ക് തണലാകുവാനും സാഹോദര്യം എന്ന വാക്കിൽ കൂടുതൽ അനുവർത്തിച്ചുകൊണ്ട് പൂർണ്ണമായി ജീവിക്കാനും നീ ഞങ്ങളെ ഒരുക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനി, പ്രസിഡന്റ് തിരുമേനി, യുവജന സെക്ടറിന്റെ ഭാരവാഹികൾ, ഭദ്രാസന സെന്റർ ശാഖാതലത്തിലെ ഭാരവാഹികൾ, അവരെല്ലാം യുവജനങ്ങളെ നയിക്കാൻ നീ ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലത്തിന്റെ ചക്രങ്ങൾ വേഗത്തിൽ മുന്നിലേക്ക് ഓടുമ്പോൾ കാലത്തിന് അനുസൃതമായി പുതുക്കപ്പെടുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. പുതുക്കത്തിന്റെ ഹേതുവായ ആ മഹത്വത്തിന്റെ റൂഹായാൽ ഞങ്ങളുടെ സഭയെയും സമൂഹത്തെയും പ്രത്യേക യുവജനങ്ങളെയും പുതുക്കി രൂപാന്തരപ്പെടുത്തി ഈ കാലത്തിൽ സമൂഹത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന യുവജനങ്ങളാക്കി തീർക്കാൻ നീ ഞങ്ങളെ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേദിയുടെ ആദ്യോടന്തം വ്യാപരിച്ച ദൈവകൃപയായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ കൃപയോട് കേട്ട് കരുണയോടെ ഉത്തരം നൽകുമാറാകണം. എല്ലാ സത്യത്തിലേക്കും നന്മയിലേക്കും നീതിയിലേക്കും വഴി നടത്തുന്ന സർവശക്തനായ ദൈവം തമ്പുരാന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആലോചനകളും നാം ഓരോരുത്തരോടും നമ്മുടെ ഇടവുകളോടും യുവജന പ്രവർത്തനങ്ങളോടും ഇപ്പോഴും വരുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്ന ദൈവിക പദ്ധതിയിൽ അനുഗ്രഹീതമായി പങ്കുചേർന്ന് ഉത്തരവാദിത്വപൂർണ്ണമായി ജീവിക്കണം. നമ്മെയും നമ്മുടെ ദേശത്തെയും ലോകത്തെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.